ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറു ചൂട് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല വെള്ളത്തിന്. ഒരുപാട് ചൂടാണെങ്കിൽ അത് ആക്റ്റീവ് ആവില്ല നമ്മുടെ ഈസ്റ്റ്. അപ്പോൾ ചെറു ചൂട് വെള്ളം ഒഴിക്കാം. നിങ്ങൾക്ക് വെള്ളത്തിന് പകരം പാല് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, ചെറു ചൂടുള്ള പാല്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഇനി 2 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് പൗഡർ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ബ്രെഡിന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് മധുരത്തിനായിട്ട് ഞാനിവിടെ കുറച്ച് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. ഇത് ടോട്ടലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയാണ് ഞാനത് ആഡ് ചെയ്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഈ മാവിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് ഒരുപാട് സ്റ്റിക്കി ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ നമ്മളിതൊരു 10 മിനിറ്റോളം കുഴച്ചെടുക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ആദ്യം നല്ല സ്റ്റിക്കി ആയതുകൊണ്ട് ഞാനൊരു ബോർഡിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. ആദ്യത്തെ 5 മിനിറ്റ് നല്ല സ്റ്റിക്കി ആയിരിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ ഓയിൽ ആഡ് ചെയ്തിട്ട് പിന്നെയും കുഴയ്ക്കുമ്പോഴത്തേക്കും ഇത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് പക്ഷെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സോ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അഞ്ച് മിനിറ്റ് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനിയും ഒരു 5 മിനിറ്റ് കുഴച്ചാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോഴും ഇത് സ്റ്റിക്കിയാണ്. ഓയിൽ ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റ് കണ്ടിന്യൂസ് കുഴച്ച് കഴിഞ്ഞിട്ട് നോക്കൂ, നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും സ്റ്റിക്കി അല്ല. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കുക ആ മാവിനെ. ഇനി ഈ മാവിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. 1-2 മണിക്കൂറിനകത്ത് നമുക്കിത് നന്നായിട്ട് പൊങ്ങി കിട്ടും. ഈ മാവ് നല്ല ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. അടച്ചാണ് വെക്കേണ്ടത്. പിന്നെ ഇത് കാലാവസ്ഥ അനുസരിച്ച് ഇത് നമുക്ക് സമയമെടുക്കും ഇത് പൊങ്ങി കിട്ടാനായിട്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, കാലാവസ്ഥ അനുസരിച്ച് ഇതിൻ്റെ സമയത്തിൻ്റെ വ്യത്യാസം വരും. നിങ്ങൾക്ക് ചിലപ്പോൾ 2 മണിക്കൂർ വേണമെങ്കിൽ എടുക്കും. ഇനി നമുക്ക് ഈ മാവിനെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നന്നായിട്ടിത് കുഴച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പരത്തിയതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നാലും നമുക്ക് ആ ബ്രെഡിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കിതിനെ ഒരു ബ്രെഡിൻ്റെ ട്രേയിലേക്ക് മാറ്റാം. ഇതുപോലൊരു ബ്രെഡിൻ്റെ മോൾഡ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കുഴച്ച മാവിനെ നന്നായിട്ടൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ മാവിനെ ബ്രെഡ് മോൾഡിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നും കൂടി നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഇതൊന്നും കൂടി ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് ഈ ബ്രെഡ് മോൾഡ് അടച്ച് വെക്കാം 20 മിനിറ്റത്തേക്ക്. അപ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് പൊങ്ങി കിട്ടും. 20 മിനിറ്റിന് ശേഷം നോക്കൂ, നമ്മുടെ മാവ് ഒന്നും കൂടി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതിന് മുകളിലായിട്ട് കുറച്ച് കറുത്ത എള്ള് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യുക, ഓപ്ഷണലാണ്. എള്ള് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പാലിന് പകരം മുട്ട വേണമെങ്കിൽ യൂസ് ചെയ്യാം. എഗ് വാഷ് അല്ലെങ്കിൽ പാൽ കൊണ്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെഡിന് നല്ല ഗ്ലേസിങ് കിട്ടും, പിന്നെ നല്ല സോഫ്റ്റ് ആകും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതൊരു ഓവനിലേക്ക് വെച്ചിട്ട് 20 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കാം.
ഓവൻ വേണമെന്നില്ല, നിങ്ങൾക്ക് കുക്കറിലോ ഏതെങ്കിലും ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എൻ്റെ കുക്കർ ഇച്ചിരി ചെറുതായതുകൊണ്ടാണ് എനിക്ക് കുക്കറിൽ ചെയ്യാൻ പറ്റാത്തത്. 20 മിനിറ്റ്സിന് ശേഷം നമ്മുടെ ബ്രെഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിൽ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ബേക്ക് ചെയ്ത ഉടനെ തന്നെ ഈ സ്റ്റെപ്പ് ചെയ്യാൻ മറക്കരുത്, കാരണം നമ്മളിങ്ങനെ ചെയ്താൽ നമ്മുടെ ബ്രെഡ് സോഫ്റ്റ് ആവുള്ളൂ. ബ്രെഡ് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ലെയർ കുറച്ച് ക്രിസ്പി പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ബട്ടർ അപ്ലൈ ചെയ്തിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒരു 10 to 15 മിനിറ്റ്സ് കവർ ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതുപോലെ സോഫ്റ്റ് ആയിട്ട് നല്ല ബേക്കറി സ്റ്റൈലിൽ നമുക്ക് കിട്ടും. അപ്പം ഞാനിവിടെ ഒരു തുണി കൊണ്ട് കവർ ചെയ്യാൻ പോവുകയാണ്, നനഞ്ഞ തുണി കൊണ്ട്. ഒരു 10-15 മിനിറ്റ്സിന് ശേഷം നോക്കൂ, നമ്മുടെ ബ്രെഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. നിങ്ങൾ ബേക്കറിയിൽ നിന്ന് പിന്നെ ഒരിക്കലും വാങ്ങിക്കില്ല, ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. കാരണം അത്രയ്ക്ക് സോഫ്റ്റ്, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. നോക്കൂ എന്ത് സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയത്. ഇത് സെയിം ബേക്കറി സ്റ്റൈൽ ബ്രെഡ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.